എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇസ്രായേൽ ഇറാൻ യുദ്ധം ഒരു മാസം പിന്നിട്ട് രണ്ടാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായാണ് ഇറാനെ ആക്രമിക്കുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധം ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ഉടനെ അവസാനിക്കും എന്നുള്ള യാതൊരുവിധ പ്രതീക്ഷകളും നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. 3 ദിവസം കൊണ്ട് അവസാനിക്കും എന്ന് പ്രതീക്ഷിച്ച് ആരംഭിച്ച യുദ്ധം 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ യുദ്ധം ഒരു മാസം വരെ നീണ്ടു നിൽക്കാം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുണ്ടായി. എന്നാൽ ഈ യുദ്ധം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. എന്തിനേറെ ഒരു ലോക്ക്ഡൗൺ പോലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു അവസ്ഥ എടുത്തു നോക്കിയാൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒരു വലിയ അഭാവമുണ്ട്. പ്രത്യേകിച്ച് ഈ ബ്ലാക്കിലൊക്കെ സിലിണ്ടർ കൊടുത്തുകൊണ്ടിരുന്നവരും വിറ്റുകൊണ്ടിരുന്നവർക്കൊക്കെ വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ഹോട്ടലുകളെല്ലാം അടച്ചു. ഹോട്ടൽ അടച്ചതോടുകൂടി വരുമാനം നിന്നു. ഹോട്ടൽ ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. അവിടെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഡീസൽ പെട്രോളിൻ്റെ ഒരു ലഭ്യത കുറവുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വില കൂടി, മറ്റ് പല നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുവാനായിട്ടിടയായിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേലും ഇറാനും തമ്മിലൊരു യുദ്ധമുണ്ടായപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ രാജ്യത്തെയും ബാധിക്കുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എന്ത് നടന്നാലും അത് മറ്റുള്ള രാജ്യങ്ങളെ ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഉടനെയെങ്കും യുദ്ധം നിർത്തുന്ന ലക്ഷണവും കാണുന്നില്ല. യുദ്ധം തുടർന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ എന്താണ് ഈ യുദ്ധമുണ്ടാകാനുള്ള കാരണം? യുദ്ധമുണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ എന്ന രാഷ്ട്രം ഇസ്ലാമിക് രാജ്യമാണ്. മതാധിഷ്ഠിതമായൊരു രാജ്യമാണ്. അവിടുത്തെ മതത്തിൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി, അദ്ദേഹമാണ് അതിൻ്റെ ഭരണകർത്താവ്. ഒരു മതം നിയമമുള്ള ഒരു രാജ്യത്ത് ഇസ്ലാമിക് നിയമങ്ങൾ വളരെ കടുപ്പമാണ്. പ്രധാനമായും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതത്വം കുറവാണ്. അതുമാത്രമല്ല, അവർക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, സമൂഹത്തിൽ ഇറങ്ങി നടക്കാനുള്ള പ്രശ്നങ്ങൾ, അവരുടെ ശരീരവും മുഖവും മൂടി മാത്രമേ പുറത്തിറങ്ങാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ. അപ്പം ഇസ്ലാം മതത്തിൻ്റെ ഒരു വലിയ തീവ്രതയാണ് നമുക്ക് ഇറാനിൽ കാണുവാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തിയാർജിച്ച ഒരു രാജ്യമാണ് എങ്കിൽ കൂടി ഇവരുടെ ബദ്ധ ശത്രുക്കളാണ് ഇസ്രായേലും അമേരിക്കയും. എല്ലാ ദിവസവും അവരുടെ സ്കൂളിൽ അവരുടെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞാവാചകമാണ് അവരുടെ ശത്രുക്കളായിട്ടുള്ള ഇസ്രായേലിനെയും അമേരിക്കയും തകർക്കുക എന്നുള്ളത്. ഇസ്രായേൽ ഒരു യൂത രാജ്യമാണ്, അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം യഹൂദനോടും ക്രിസ്ത്യാനിയോടും ഉള്ള ഒരു വൈരാഗ്യമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളൊരു കാരണം. യഹൂദനോട് എന്തിന് വൈരാഗ്യം വെക്കുന്നു എന്ന് ചോദിച്ചാൽ യഹൂദൻ്റെ മതഗ്രന്ഥവും അവൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെയാണ് ഇവർ കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ യഹൂദനോടും ക്രിസ്ത്യാനികളോടും എന്നും ഒരു വിദ്വേഷത്തോടു കൂടെ കണ്ടിരുന്ന ഒരു രാഷ്ട്രമാണ് ഈ ഇറാൻ എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്ലാമിക് വിപ്ലവം വരുന്നതിന് മുമ്പ് ഇസ്രായേലും ഇറാനും ഒക്കെ നല്ല സൗഹൃദത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ എന്നാണോ ഈ രാജ്യത്ത് ഇസ്ലാം മതത്തിൻ്റെ നിയമം ഘടിപ്പിച്ചത്, അതോടുകൂടി ഈ രാജ്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു വലിയ ശത്രുവായി മാറി. ഏത് രാജ്യത്ത് ഇസ്ലാമിക് മത നിയമങ്ങൾ അതിതീവ്രതയോടുകൂടി ഉണ്ടോ ആ രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെ അംഗീകരിക്കുകയോ അവരെ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം ഇല്ല. എന്നാൽ
ഇറാൻ്റെ ഒരു ലക്ഷ്യം ഇസ്രായേലിനെയും അമേരിക്കയും നശിപ്പിക്കുക, തകർക്കുക എന്നുള്ളതാണ്. അതിനവർ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം, അവർ പ്രോക്സി വാർ, അതായത് അവരുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് അവർ പണപരമായ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പണവും ആയുധവും കൊടുത്ത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്, ഹിസ്ബുള്ള, ഹൂത്തികൾ, ഇങ്ങനെ ഉള്ള തീവ്രവാദ സംഘടന ആഗോളപരമായി ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും തീവ്രവാദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനും. അപ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം തീവ്രവാദം വളർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ്, ഒന്ന് ഇറാനും മറ്റൊന്ന് പാകിസ്ഥാനും. ഇവർ പണം കൊടുത്തും ആയുധം കൊടുത്തും ഇവരെ സഹായിക്കുന്നു. അപ്പോൾ എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും പണം? പ്രധാനമായിട്ടും പാകിസ്ഥാനൊക്കെ ചെയ്യുന്നത് കള്ളനോട്ടടിയാണ്. കള്ളനോട്ടടിക്കുക, ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സഹായം ഈ ഹമാസിനും ഹൂത്തികൾക്കും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കൊടുത്തു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ ഗ്രൂപ്പുള്ളത് മുസ്ലിം സംഘടനകൾക്കാണ്. അതായത് എണ്ണിയാലൊടുങ്ങാത്തതുപോലെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇവർക്കുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് ലോകമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക് ലോകമുണ്ടാക്കിയെടുക്കുകയും സ്ത്രീകളെ അടിമകളാക്കി ചൂഷണം ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇവരുടെ മുമ്പിലുള്ളത്. ഇതുകൊണ്ട് എന്താണ് ഇവരുടെ നേട്ടം എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കതിന് പല രീതിയിലുള്ള ഉത്തരങ്ങളാണ് ലഭിക്കുന്നത്. പലപ്പോഴും അവർ പഠിക്കുന്നതായിട്ടുള്ള പുസ്തകത്തിൻ്റെ കുഴപ്പമാണോ, അവർ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളുടെ കുഴപ്പമാണോ, എന്താണ് ഇതിൻ്റെ യഥാർത്ഥം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഇസ്ലാമിക് മത തീവ്രവാദം ലോകത്തിനൊരു വലിയ ഭീഷണിയാണ്. ഇറാൻ ഇത്രയും വലിയ പ്രതിസന്ധിയിലായി തീരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇറാൻ ഇസ്ലാമിക് മത തീവ്രവാദത്തെ എന്ത് ചെയ്യുന്നു? പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇവർ തീവ്രവാദം എന്ത് ചെയ്യുന്നു? വ്യാപിപ്പിക്കുന്നു. അപ്പോൾ ഒരു സാധാരണക്കാരൻ ചോദിക്കുകയാണ്, എന്താണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്, ഇറാൻ തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇസ്ലാമിക് മത തീവ്രവാദികളായിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് പണം കൊടുത്തും ആയുധം കൊടുത്തും അവരെ സഹായിച്ച് ഇസ്രായേലിനെയും അമേരിക്കയും അതുപോലെ മറ്റ് ക്രൈസ്തവ രാജ്യങ്ങളെ ആക്രമിക്കുവാൻ ഇവർ എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ എന്ന ഒരു രാജ്യം കേരളത്തിൻ്റെ ഏതാണ്ട് പകുതിയോളമുള്ള ഒരു വലിപ്പമേ ഇസ്രായേലിനുള്ളൂ. ഏതാണ്ട് 14,000 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിക് മതഭീകരന്മാരുടെ ഒരു വലിയ ഭീഷണിക്ക് എന്നും അവർ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ചുറ്റുപാടും നിന്നുകൊണ്ട് ഇവർ ആക്രമണങ്ങൾ തുടരുകയാണ്. പലപ്പോഴും ഡ്രോണുകളായും പലപ്പോഴും ചാവേറായും പലപ്പോഴും ബോംബുകളായും ഇവർ വരികയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിന് പിന്നിൽ ഒരു വലിയ ഘടകമുണ്ട്. കാരണം യഹൂദിനെയും ക്രിസ്ത്യാനിയെയും ഉന്മൂലനാശം ചെയ്യണം എന്നുള്ള അവർക്ക് ലഭിച്ച ഒരു കൽപ്പനയുടെ അടിസ്ഥാനത്തിലും അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലം കിട്ടുമെന്നും അവിടെ വലിയ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു ഒരു തെറ്റായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇസ്ലാമിക് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഭയത്തോടു കൂടിയാണ് മറ്റു മതക്കാർ ഇവരെ കാണുന്നതും ഇവരോട് ഇടപഴകുന്നതും. എപ്പോഴും ഒരു വലിയ ഭീതി ഈ ഇസ്ലാമിക് മത തീവ്രവാദികളെക്കുറിച്ച് എപ്പോഴും ഒരു വലിയ ഭീതി മറ്റുള്ളവരിലുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാരണം. അതായത് ഇറാൻ ആണവ ശേഖരണം നടത്തുന്നു, ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ചോദിക്കും, അമേരിക്കയ്ക്ക് അണുവായുധമില്ലേ? റഷ്യയ്ക്ക് അണുവായുധമില്ലേ? ഇന്ത്യക്കില്ലേ? ചൈനയ്ക്കില്ലേ? എന്തുകൊണ്ടാണ് ഈ ഇറാൻ അണുവായുധം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത്? എന്താണ് കാരണം? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്രയേ ഉള്ളൂ. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവർ മറ്റുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ആയുധവും പണവും കൊടുത്ത് അവർ ഇനി ഇവർ ആണവായുധം വികസിപ്പിച്ചെടുത്താൽ ഇവർ
ഇതുപോലുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഇവർ കൈമാറുകയും അവർ യാതൊരു ദയോ ദാക്ഷിണ്യവും ഇല്ലാത്തവരായതുകൊണ്ട് അവർ ചെറിയ ചെറിയ രാജ്യങ്ങളിലേക്ക് ഇത് പ്രയോഗിക്കുകയും ആ രാജ്യങ്ങളെ ഇവർ ഉന്മൂലനാശം ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചെറിയ രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്. ഖത്തർ, ഒമാൻ, ബഹ്റിൻ ഇതുപോലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളെ ഇവർ ലക്ഷ്യം വയ്ക്കും. അങ്ങനെ ലക്ഷ്യം വെച്ച് ഈ രാജ്യങ്ങളിൽ ഇവർ അണുബോംബ് ഇടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാരണം. അത് വ്യക്തമായി തന്നെ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിനും ഒക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ പരിണിതഫലമായിട്ട് ഇസ്രായേലിൻ്റെ ഈ ഇറാൻ്റെ ഈ ആയുധ ശേഖരങ്ങൾ നശിപ്പിക്കുകയും അവർ അണ്വായുധം ഉണ്ടാക്കുവാനായിട്ട് ആരംഭിച്ചിരിക്കുന്ന പദ്ധതികളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിടുന്നത്. അല്ലാതെ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇറാനെ തകർത്ത് അവരുടെ രാജ്യം പിടിച്ചടക്കണം എന്നൊരു താല്പര്യമില്ല. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ അതിന് അനുവാദം കൊടുക്കുകയില്ല. എന്നാൽ ഇവർ ലോകരാജ്യങ്ങളിൽ ഇവർ ഒരു വലിയ ഭീഷണിയാണ് എന്നും ലോക സമാധാനത്തിന് ഇവർ ഒരു തടസ്സമാണ് എന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനെ ആക്രമിക്കുന്നത്. അപ്പോൾ ചില ജിഹാദികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്നിട്ട് ഇറാന് മേൽ സമ്പൂർണ്ണമായി വിജയം നേടാൻ കഴിഞ്ഞോ? നിസ്സാരമായിട്ട് ഇറാനെ തോൽപ്പിക്കാമെന്നുള്ളതല്ലായിരുന്നോ പ്രതീക്ഷ? ഇത് പലപ്പോഴും പത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില വാർത്തകളാണ്. അതായത് ഇസ്രായേലിനും അമേരിക്കയും വളരെ കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിന് ശേഷം ഇറാൻ ഒരു വലിയ ശക്തിയുള്ള രാജ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ആക്രമിച്ചത്. ഇറാൻ ഒരു ശക്തി കുറഞ്ഞ രാജ്യമാണെങ്കിൽ ഇവരെ ആക്രമിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല. അപ്പോൾ ഓരോ ജിഹാദികളും മനസ്സിലാക്കേണ്ട, കേരളത്തിൽ കിടന്ന് പേപ്പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്ന കുറേ ജിഹാദി സുഡാപ്പികളുണ്ട്. ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പിനും എൻ്റെ നിലനിൽപ്പിനും നമ്മുടെ ഓരോരുത്തരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്രായേലും അമേരിക്കയും ഈ യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ആഗോള ഭീകരന്മാരായിട്ടുള്ള ഈ ഇറാൻ ഈ ലോകത്തെ മക്കയും മദീനയും പോലെ അവർ ലക്ഷ്യമിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ ബാലസ്റ്റിക് മിസൈൽ 4000 കിലോമീറ്റർ ദൂരത്തിൽ പോകുന്ന ബാലസ്റ്റിക് മിസൈൽ അവർക്കുണ്ട്. ഈ മിസൈൽ ഉപയോഗിച്ച് മക്കയും മദീനയും പോലും അവർ നശിപ്പിക്കുവാൻ പദ്ധതിയിട്ടു എന്നുള്ളതാണ് ചില വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ലോകരാജ്യങ്ങൾക്കും മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്കും ഭീഷണിയായി നിൽക്കുന്ന ഈ ഇറാനെ അവരുടെ സംഭരണശേഷിയും അവരുടെ ആയുധശേഷിയും തകർക്കുക എന്നുള്ളത് ലോക സമാധാനത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ എടുത്ത് ചാടി ബഹളം ഉണ്ടാക്കുന്ന സുഡാപ്പികൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾക്കും കൂടെ വേണ്ടിയുള്ളൊരു യുദ്ധമാണ്. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. അപ്പോൾ ഇപ്പോൾ ഫെബ്രുവരി 28 ആരംഭിച്ച ഈ യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ ഇസ്രായേലും അമേരിക്കയും ശക്തമായ ആക്രമണങ്ങൾ, ആദ്യ ദിവസം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖൊമേനിയെ വധിച്ചു. അതോടൊപ്പം ഏതാണ്ട് 40-ലധികം നേതാക്കന്മാരെ വധിച്ചു. ഒരു മാസം പിന്നിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏതാണ്ട് 13,000-ലധികം ആക്രമണങ്ങൾ ഇറാൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നടത്തി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ആക്രമണം നടത്തി. ഇനി ഇറാൻ്റെ വ്യോമസേന പൂർണ്ണമായി തകർക്കപ്പെട്ടു. ഇറാൻ്റെ നാവികസേന പൂർണ്ണമായി തകർക്കപ്പെട്ടു. വ്യോമസേന തകർക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവരുടെ അവശേഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി. അവർക്ക് നല്ലൊരു ആർമിയുണ്ട്, അതാണ് അവശേഷിക്കുന്നത്. ഈ ആർമിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അമേരിക്കയും ഇസ്രായേലും കരയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ആകാശത്തിലൂടെയുള്ള യുദ്ധങ്ങളെക്കാൾ കൂടുതൽ കരയുദ്ധമാണ് നടക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ടാങ്കറുകൾ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മറ്റ് സൈന്യം ഇറാനിലേക്ക് ഇറങ്ങി അവിടെ ഉള്ള മിലിറ്ററിയുമായിട്ടുള്ള യുദ്ധത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. നല്ലൊരു ശതമാനം മിസൈലുകളും ഡ്രോണുകളും ഇപ്പോൾ തന്നെ
തീർന്നു, അത് നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഇറാൻ മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളെ ആക്രമിച്ചു എന്നുള്ളതാണ്. അതിനവർ പറയുന്ന വാദം അമേരിക്കയുടെ എയർബേസ് അവിടെയുണ്ട്. അമേരിക്കയുടെ എയർബേസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ സമാധാനമുള്ളത്. അമേരിക്കയുടെ എയർബേസ് എന്ന് അവിടെ നിന്ന് മാറ്റുവോ ബേസ് എന്ന് മാറ്റുവോ ആ സെക്കൻഡിൽ തന്നെ ഈ ഇറാൻ അവരെ ആക്രമിക്കും. അതുകൊണ്ട് ഖത്തറിന് പേടിയുണ്ട്, അതുപോലെ സൗദി അറേബ്യയ്ക്ക്, ഒമാന് ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ വലിയ ഭയമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ സുരക്ഷ നോക്കിയാൽ മതിയെങ്കിൽ ഇവിടെ എയർബേസ് വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അമേരിക്കയാണ് ഈ ഇറാനിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ തടയാൻ വേണ്ടി ഈ ഗൾഫ് രാജ്യങ്ങളെ സഹായിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഡാപ്പികളൊക്കെ വാസ്തവത്തിൽ അമേരിക്കയോട് നന്ദിയുള്ളവരായിത്തീരണം. പക്ഷേ അതിന് പകരം അവർ നേരം വെളുക്കും മുതൽ വൈകുന്നേരം വരെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് പുറത്ത് വരുമ്പോൾ രാവിലെ തുടങ്ങുന്ന തെറിയാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തെറി പറയുകയാണ് ഇമാരുടെ പ്രധാനപ്പെട്ട പരിപാടി. വാസ്തവത്തിൽ ഈ സുഡാപ്പികളൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കണം. കാരണം അത്രയ്ക്ക് ഉപകാരമാണ് ഈ സുഡാപ്പികൾക്ക് വേണ്ടി ഇവർ ചെയ്യുന്നത്. ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്താലും നന്ദിയില്ലാത്ത ഒരു വർഗമായി ചില സുഡാപ്പികൾ മാറിയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി എന്ത് ചെയ്താലും യാതൊരു നന്ദിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും കൊണ്ട് ഏതാണ്ട് ഇറാൻ്റെ ഒരു 60% മേഖലകളും കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെട്ടു, അതുപോലെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ, അതായത് ആണവ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കപ്പെട്ടു. ഏതാണ്ട് 2500-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ പല ആളുകൾ കൊല്ലപ്പെട്ടു, വളരെ ചുരുക്കമുള്ളൂ. ലെബനോനിൽ 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ പല രാജ്യങ്ങളിലും ഉള്ള ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ നമുക്കറിയാം ഇറാഖിൽ അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്, അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കണം. എന്തായാലും ഇത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു യുദ്ധമാണ്. ഇതിൽ നിന്ന് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക് മത തീവ്രവാദം ലോകത്തിൽ വളർന്നാൽ ഈ ലോകത്തിന് തന്നെ ഒരു വലിയ ഭീഷണിയാണ്. അത് നമ്മൾ തിരിച്ചറിയാം. ഇസ്രായേലും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ യുദ്ധം തുറന്നു പോയാൽ നമ്മളെല്ലാവരെയും ബാധിക്കും. പക്ഷേ അത് ബാധിക്കുന്നതോടൊപ്പം തന്നെ എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ അകത്ത് വലിയ അത്ഭുതം തോന്നും. ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്യുന്നത്. അല്ല എങ്കിൽ ഇറാൻ പോലുള്ള തീവ്രവാദ രാഷ്ട്രങ്ങൾ മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുകയും അവരുടെ ഒരു ഇസ്ലാമിക് ഭരണം അവിടെ വരികയും യാതൊരുവിധമായ സുരക്ഷിതത്വം സ്ത്രീകൾക്കോ കുട്ടികൾക്കോ യാതൊരുവിധമായ സുരക്ഷിതത്വമില്ലാതെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു പ്രദേശങ്ങളായി ഈ രാജ്യങ്ങളൊക്കെ മാറും. അതുകൊണ്ട് കേരളത്തിൽ കിടക്കുന്ന സുഡാപ്പികളോടും ഈ വീഡിയോ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും കുറഞ്ഞ അല്പമെങ്കിലും നന്ദിയുള്ളവരായിരിക്കണം. ഇസ്രായേൽ കണ്ടുപിടിച്ച ഈ ടെക്നോളജി എല്ലാം വെച്ചുകൊണ്ട്, ഈ ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും എല്ലാം വെച്ചുകൊണ്ട് ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അവർക്കെതിരെ ചീത്ത പറയുകയും അവർക്കെതിരെ തെറി പറയുകയും ചെയ്യുന്ന സുഡാപ്പികൾക്ക് ഏറ്റവും കുറഞ്ഞ അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് എങ്കിലും ഉണ്ടാകണം. എന്തിനാണ് ഈ യുദ്ധം നടന്നത്? സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുക. എന്തിനാണ് ഈ യുദ്ധമെന്നും ഈ യുദ്ധത്തിൻ്റെ ആവശ്യകത എന്താണും എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഇസ്രായേലിനോടും അമേരിക്കയോടും ഉള്ള ബഹുമാനം നമുക്ക് വർദ്ധിക്കും. ലോകത്തിൽ എവിടെയും അസമാധാനം വന്നാൽ അല്ലെങ്കിൽ ലോകത്തിന് ഭീഷണിയാകുന്ന എന്ത് കാര്യങ്ങളുണ്ടായാലും അപ്പോൾ തന്നെ അമേരിക്ക അതിൻ്റെ അകത്ത് ഇടപെടുകയും ലോക രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയും, അമേരിക്ക പോലെ ഒരു ശക്തിയുള്ള രാജ്യമാണ് ഇറാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ, സിറിയ എങ്കിൽ
ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഈ ലോകം അവർ കീഴ്മേൽ മറിക്കുകയും ഈ ലോകം അവർ ആന കരിമ്പും കാട്ടി കയറിയതുപോലെ ഇമാരെ അടിച്ച് നിരത്തുകയും ചെയ്യല്ലേ. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ഹിന്ദുവിനോ ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുമോ? അമേരിക്ക പോലെയുള്ള ഒരു ശക്തിയുള്ള രാജ്യമായിട്ട് ഇറാൻ മാറിയെങ്കിൽ, അപ്പോൾ അത്രമാത്രം മതത്തിൻ്റെ അന്ധത തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരു സമൂഹം, ആ സമൂഹം തിരിച്ചറിയണം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നാണ്. ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ട ആവശ്യകത എന്താണ്? അതുകൊണ്ട് ഈ യൂട്യൂബിലിരുന്ന് ഈ ഘോരഘോരം പ്രസംഗിക്കുന്ന ഈ സുഡാപ്പികളോട് എനിക്ക് പറയാറുള്ളത്, നീയൊക്കെ പോയി അമേരിക്കൻ പ്രസിഡൻ്റെയും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയൊക്കെ കാല് കഴുകണം. കാരണം അത്രമാത്രം ഗുണമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടി ഇവർ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് തിരിച്ചറിയുക.